ക്ഷേത്ര ദർശനം നടത്താത്ത ഹൈന്ദവ വിശ്വാസികൾ ഉണ്ടാകില്ല. എന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത്? ഈശ്വര ആരാധനയ്ക്ക് പല രീതികളുണ്ട്. അവയെല്ലാം പാലിച്ചാണോ നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നത്? ഈശ്വരനെ ആരാധിക്കുന്നതിന് മുമ്പ് സ്വയം ഈശ്വരനാകണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ക്ഷേത്ര ആരാധനയ്ക്കിടെ തികഞ്ഞ മാനസിക അച്ചടക്കം പാലിക്കേണ്ടത് നിർബന്ധമാണ്. ഈശ്വരനിൽ മനസ്സർപ്പിച്ച് അതിൽ ലയിച്ചു വേണം. ശിവോഹം എന്ന സങ്കല്പത്തോടെയാണ് ശിവനെ ആരാധിക്കേണ്ടത്. അയ്യപ്പനെ ആരാധിക്കാൻ പോകുന്നത് അയ്യപ്പനായിട്ടാണ്. ദൈവത്തെ ആരാധിക്കാൻ സ്വയം അർഹനാകുക എന്ന ആചാരത്തിന്റെ ഭാഗമാണ് ഇക്കാര്യങ്ങൾ. മാനസികമായ ചാബല്യങ്ങളിൽ നിന്ന് വിട്ട ദൈവികമായ മാനസിക അവസ്ഥയിലാണ് ഈശ്വരനെ ആരാധിക്കേണ്ടത് എന്നാണ് ഈ സങ്കല്പത്തിന്റെ സാരം. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് കൊടിമരത്തെയാണ്. എന്നാൽ നമ്മളിൽ പലരും കൊടിമരത്തെ തൊഴാൻ വിട്ടുപോകാറുണ്ട്. രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുമ്പോൾ കൊടിക്കൂറ കണ്ട് വണങ്ങുന്ന പോലെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ കൊടിമരത്തെ തൊഴുന്നത്. കാരണം അഷ്ടദിക്പാലരും ക്ഷേത്രദേവതയുടെ പാദവും കൊടിമര ചുവട്ടിലാണ്. ക്ഷേത്രദേവതയ്ക്ക് ഗ്രാമാധിപതിന്റെ സ്ഥാനമാണുള്ളതെന്ന് ഓർക്കുക. ക്ഷേത്രദേവതയുടെ വാഹനത്തെയും ക്ഷേത്രദേവതയെയും ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെയും നവഗ്രഹത്തെയും ഉദ്ദേശിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ തൊഴുത കൊടിമരത്തിൽ ഒരു പ്രദക്ഷിണം എടുത്ത ശേഷമാണ് ദേവനെ വന്ദിക്കേണ്ടത്. കൊടിമര ചുവട്ടിൽ മാത്രമേ നമസ്കരിക്കാൻ പാടുള്ളൂ എന്നുമാണ് വിശ്വാസം.